ഞാനൊരു കമന്റ് വായിക്കേ. നമ്മുടെ മൃണാളിന്റെ ഹോട്ടലിൽ കയറിയ ഒരാളുടെ അനുഭവമാണ്. ഈ പഹയന്റെ എടപ്പള്ളി കടയിൽ നിന്നും ചപ്പാത്തിയും ബീഫ് കറിയും കഴിച്ചു. ബീഫ് കറി ഒരു ചെറിയ പാത്രത്തിൽ അതിന് 96 രൂപയും 5% GSTയും. അതിൽ 7 കഷ്ണം പച്ചക്കായും 2 കഷ്ണം ബീഫും ഉണ്ടായിരുന്നു. മൂക്കിൽ മണക്കാൻ പോലുമില്ല. ഭൂലോക ഉടായിപ്പ്. ഇവൻ ഇങ്ങനെ തന്നെ വേണം. പിന്നെ വേറൊരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതല്ല അത്താഴ അത്താഴ പട്ടിണിക്കാരുണ്ടോ എല്ലാ ദിവസവും രാത്രി നട അടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചോദിക്കാറുണ്ടോ പോലും മൃണാളേട്ടൻ. ആളൊരു ഫേക്ക് ഒന്നുമല്ല. പുള്ളി പറയുന്നത് സത്യസന്ധമായി തന്നെ വിശ്വസിച്ചാണ് പറയുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താനാണ് എല്ലാവരെക്കാളും വലുതെന്നും തൻ്റെ ജ്ഞാനോപദേശങ്ങൾ കേൾക്കാൻ ബാക്കിയുള്ളവർ കാത്തിരിക്കണമെന്നും അഹങ്കാരവും മേലാളത്ത മനോഭാവവുമാണ് സഹിക്കാൻ കഴിയാത്തത്. നമ്മുടെ ഹംഗ്രി മൃണാൾ എന്ന് പറയുന്നയാളുടെ റെസ്റ്റോറൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മനുഷ്യനെ നമ്മളെല്ലാവരും പരിചയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് കൊള്ളാം, പക്ഷെ നെയ്യ് ഒഴിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഴിച്ചില്ല. പഞ്ചസാര ഇട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ടില്ല. പക്ഷെ എന്തോ ഒരു കുത്തലുണ്ട് കേട്ടാ. കയറരുത്, ആരും കയറരുത്. കയറിയത് ട്രൈ ചെയ്യാൻ നിന്നേക്കരുത്. അപ്പോ ഇതാണ് മൃണാല്. അതായത് അയാളുടെ ലക്ഷ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക, അത് കഴിഞ്ഞ് നെഗറ്റീവ് പറയുക. ഈ നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമേ ജനങ്ങൾ കൃത്യമായിട്ട് ഇത് ഏറ്റെടുക്കുള്ളൂ എന്ന് ഈ പഹയൻ ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 3-4 വർഷമായിട്ട് ഇയാൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് പല ഹോട്ടലുകളും പൂട്ടിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇയാൾ ഒരു പേര് എടുത്തത് തന്നെ ഒരു ഈച്ചയെ കണ്ടു കഴിഞ്ഞാൽ അതാ ഒരു ഈച്ചയുണ്ട് അവിടെ. അതുപോലെ തന്നെ എന്തെങ്കിലും ഭക്ഷണത്തിന് കുറവ്, ഇനി എന്തെങ്കിലും പിന്നെ കണ്ടുപിടിച്ച് കുറവ് പറയുന്ന ഒരു ചങ്ങാതി. ഞാൻ പറഞ്ഞല്ലോ ഇവിടെയുള്ള ഭക്ഷണശാലകളൊക്കെ പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പല ഹോട്ടലിലും പോയിട്ട് ഞാൻ വരെ ഭക്ഷണം കഴിക്കാതെ തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ല എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരു 25 ഈച്ച ഉണ്ടാവും അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല നല്ല ഹോട്ടലുകളിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഫേമസ് ആയിട്ട് ജനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങിപ്പാർക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളൊക്കെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കാൻ അടിപിടി കൂടുന്ന ഹോട്ടൽ വരെയുണ്ട്. അതിന്റെ ഉള്ളിലുള്ള ചില്ല അലമാരയിലുള്ള ഈച്ചയെ ഇവരൊന്നും കാണാത്തതാണോ, ഇനി കണ്ടിട്ട് മിണ്ടാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഒരു പ്രാവശ്യം ഞാൻ പോയി പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ നിങ്ങൾ എന്തിനാണ് ഇത് തുറന്നു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്നെ രൂക്ഷമായി നോക്കുകയാണ് ചെയ്തത്. അയാൾ എന്നോട് പറയുന്നത് എന്താ വെച്ചാൽ ഇത് അടക്കാൻ സമയം കിട്ടുന്നില്ല വായി. മനസ്സിലാക്കണം നിങ്ങൾ. അതായത് ഒരു 25 ഈച്ച അതിൻ്റെ അകത്ത് ഉണ്ടായിട്ട് അയാൾ പറയുകയാണ് ഇത് അടക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല, അത്രയും തിരക്ക് കാണുന്നില്ല ഇവിടെന്ന്. അവന്റെ അഹങ്കാരമാണത്. അപ്പോൾ ഹംഗ്രി മൃണാൾ എന്ന് പറയുന്നയാള് ഇതിനെ കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ അങ്ങ് നെഗറ്റീവാക്കി വിടും. അയാൾ എല്ലാ സ്ഥലത്തും പോയിട്ട് നെഗറ്റീവാക്കും എന്നുള്ളതാണ്. അതായത് ഒരു അച്ഛനും അമ്മയും പാവപ്പെട്ടവര് ഭക്ഷണം ഒരു 10-15 ചോറ് കൊടുത്തിട്ട് ജീവിക്കുന്നവര് അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇയാൾ കുറവ് പറയും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇയാൾ. അതായത് ഞാൻ എന്ന മനോഭാവമാണ് ഈ ആശാന്റെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ. അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാനാണ് ഇവിടുത്തെ വലിയ ആള്, ഞാനാണ് ഇവിടുത്തെ ഫുഡിന്റെ റിവ്യൂ പറയുന്ന ആള്. എന്നെ കഴിച്ചിട്ട് മാത്രമേ വേറെ ഞാൻ പറഞ്ഞല്ലോ. അതായത് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ തെറിയായിട്ടും ഇല്ലെങ്കിൽ നല്ലതായിട്ടും ഒക്കെ നല്ല രീതിയിൽ പറയും. നേരെ മറിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരെയും പോയിട്ട് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് തന്നെ അറിയാം ഇയാൾക്ക് ഫെയിം കിട്ടൂല. ഏതായാലും കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു എന്താ പറയണ്ടേ ഈ പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ എന്തോ വലിയ കൊണാൻഡറാണ്, അതായത് ഫുഡിനെ പറ്റി എനിക്ക് എന്തെല്ലോ അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഹോട്ടൽ തുടങ്ങാൻ സഹായിക്കുന്ന ഒരു കൺസൾട്ടൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പകയം വന്നു. അങ്ങനെ കുറെ ആൾക്കാർക്ക് ഇയാൾ സാരോപദേശം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ഹോട്ടലിലും മുതലാളിമാർക്ക് പോയിട്ട് സാരോപദേശം കൊടുത്തു. പിന്നെ ഹോട്ടലുകളൊക്കെ ആരെങ്കിലും തുറക്കുന്നതിന് മുന്നേ ഇയാളെ വന്ന് കാണാൻ തുടങ്ങി. ഇയാളെ പിന്നെ കബഡി നിരത്തി വെച്ചിട്ടാണോ എന്നറിയില്ല, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇയാളെ പിന്നീട് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ സെറ്റിംഗ് എന്നുള്ള ഒരു തരത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഏറ്റവും സെറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും, ഇത്ര പൈസ അങ്ങ് കൊടുത്താൽ മതി. അതിൻ്റെ അകത്തൊന്നും മാഷം നല്ല രീതിയിലുള്ള ചില്ലറകൾ ഉണ്ടാക്കി അതേ ഹോട്ടലിൽ പോയിട്ട് നെഗറ്റീവ് പറഞ്ഞ് ഇത് സംഭവം ഉണ്ട് കേട്ടാ. അതായത് ഇയാൾ സെറ്റ് ചെയ്ത ഹോട്ടലിൽ പോലും ഇയാൾ നല്ല വൃത്തിക്ക് ഭക്ഷണമാണ്, നല്ല അടിപൊളി
അടിപൊളിയാണെന്നൊന്നും പറയാറില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ വിദ്വാൻ എന്ത് ചെയ്ത് വിചാരിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഹോട്ടൽ തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ആ ഹോട്ടലുകൾ വെറൈറ്റി ആയിരിക്കണം. ആ വെറൈറ്റി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ചോറ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊടുകറി മാത്രം മതിയെങ്കിൽ അത് തരും, അതുപോലെ തന്നെ സാമ്പാർ മാത്രം വേണമെങ്കിൽ അത് തരും. ഇതിനൊക്കെ കൂട്ടി നോക്കുമ്പോൾ ഒരു സാധാരണ ഹോട്ടലിൽ കയറുന്നതിനെക്കാട്ടിയും വലിയ പൈസയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 30 രൂപ മുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊണ് കിട്ടും. ആ 30 രൂപ മുതൽ ഊണ് ഇയാളെ ഹോട്ടലിൽ കയറിയിട്ട് ഇയാൾ പറയുന്നത് എന്താ, പാവങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ഇയാളുടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു സാമ്പാറും കൂട്ടുകറിയും കൂട്ടി ഭക്ഷണം കഴിക്കേണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ 10-50 രൂപയാവുമായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഹോട്ടലിൽ നടത്തുന്നത്. എന്നിട്ട് ഇയാൾ വലിയ എളുപ്പാണെങ്കിലോ ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ആശാൻ ആദ്യം പറഞ്ഞിട്ട് ചിരിപ്പിച്ചെന്താണെന്നറിയാം. അതായത് കാർ പാർക്കിംഗ് ഇല്ല, കാർ ഉള്ളവർ എൻ്റെ ഹോട്ടലിലേക്ക് വരണ്ട. എന്താ അറിയാ, കാർ ഉള്ളവരല്ല വരേണ്ടത്, എനിക്ക് പാവങ്ങളെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇയാൾ വേറെ തരത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇയാളെ ഹോട്ടലിനെ പറ്റിയിട്ട് പിന്നീട് വ്യാപക വിമർശനം വരാൻ തുടങ്ങി. ഒരു വൃത്തിയുമില്ലാത്ത ഹോട്ടലാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വിളമ്പുന്ന ബിരിയാണി ആയാലും ചോറായാലും ഒന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിയും ഇല്ല, അതുപോലെ വായിക്ക വെക്കാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആശാൻ എന്ത് ചെയ്യുന്നത് അറിയാം, ഇത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എൻ്റെ ഹോട്ടൽ പൂട്ടിക്കാൻ വേണ്ടി ഇവിടെ കുറെ ആൾക്കാർ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലും പിടിച്ചു നിൽക്കാൻ നോക്കുന്നത്. ഇപ്പോൾ ആശാന് കൃത്യമായിട്ടെല്ലാം മനസ്സിലായി. കാരണം എന്താ പറയുക, ഇപ്പൊ ആശാന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പരിങ്ങലിലാണ്. അതായത് കച്ചവടങ്ങളില്ല, അതുമാത്രവുമല്ല ഹോട്ടലുകൾ പൂട്ടാൻ നോക്കുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഹോട്ടലുകളൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ദമ്പടി ചെലവായിട്ടുണ്ടാകും. ആ ദമ്പടികളൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കുമല്ലോ, അവരൊക്കെ ഇപ്പോഴും തിരിച്ചു ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മൃണാൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പത്തിയെല്ലാം താണു, അയാളെല്ലാം നശിച്ചു, അയാൾ നാശത്തിന്റെ വക്കിലേക്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ ഒരുപാട് പേരുടെ ശാപമുണ്ട് ഇയാൾക്ക്. അതായത് ഇയാൾ കാരണം ഹോട്ടൽ പൂട്ടിയ, ഇയാൾ കാരണം ഹോട്ടൽ നഷ്ടപ്പെട്ട, വീടിന് പട്ടിണിയായ ഒരുപാട് പേരുടെ ശാപമുണ്ട്. ഇയാൾക്ക് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കകാലമായതുകൊണ്ടും ഇയാൾക്ക് കുറച്ച് പൈസ വേണ്ടിയിട്ടും ഇയാൾ വളരെയധികം മോശമായിട്ട് റിവ്യൂ പറഞ്ഞു. ഇപ്പോഴും നമ്മൾ അശ്വന്ത് കോക്കെല്ലാം പറയുന്നില്ലേ, അയാൾ എന്ന് പറയുന്നത് നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ. അങ്ങനെ ഈ മൃണാൾ എന്ന് പറയുന്ന ആശാൻ ഒരുപാട് പേരുടെ കഞ്ഞിയിൽ പാറ്റേനെ വാരിയിട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞ് ഇയാൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യാൻ കഴിയുന്നില്ല, പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. ട്രോളല്ലേ, എത്രമാത്രം ട്രോളാന്ന് ഓരോ ദിവസവും ഇറങ്ങുന്നത്. ഇയാൾ പല ഉടായ്പകളും കളിക്കാൻ നോക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പലതരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയേണ്ടത്, ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് അറിയാത്ത ക്യാമറമാൻ എന്നിട്ട് ഒരു പൊതി ഭക്ഷണം കൊണ്ട് കൊടുക്കുക. ഇങ്ങനെയുള്ള ഉടായ്പകളും ഇതിൻ്റെ അകത്ത് തുടങ്ങി. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ സെറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഇയാൾ ജനങ്ങളുടെ കണ്ണിൽ എന്ന് പറഞ്ഞാൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് അറിയിക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഫുള്ളായി ഭക്ഷണം കഴിക്കാമെന്ന് പറയുക. അങ്ങനെയുള്ള പലതരം ഉടായ്പകളും ഈ മൃണാൾ എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യാൻ തുടങ്ങി. അതോടുകൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇയാളുടെ ക്രെഡിബിലിറ്റി മുഴുവൻ പോയാടുന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ബൺ മസ്ക അങ്ങനെയായിട്ടും വിൽക്കുന്ന ഒരു ടീമിനാ ഇയാൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് അവരുടെ കച്ചവടവും പോയി. അതുപോലെ തന്നെ പലതരത്തിലും ഇയാൾ ഹോട്ടലുകൾ പൂട്ടാക്കാൻ വേണ്ടിയിട്ട് കാരണക്കാരനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ പഞ്ഞി കെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇയാളെ ഇപ്പോഴും ഒരാൾ പോലും മൈൻഡ് ചെയ്യുന്നില്ല. ഒരാൾ പോലും ഇയാളുടെ കടയിലാണെങ്കിൽ ഭയങ്കരമായ ട്രോള്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല സാധനത്തിനും കുറ്റം പറയുന്നുണ്ട് ജനങ്ങൾ. അതായത് ഇയാൾ പല സ്ഥലങ്ങളിലും പോയിട്ട് പറഞ്ഞ അതേ കുറ്റമാണ് ഇയാളുടെ ഹോട്ടലിന് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ ഹോട്ടലിൽ തുടങ്ങേണ്ടി വരുന്നോ, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ഒരു ഹോട്ടൽ മുതലാളിയാവുന്നൊന്നും ഇയാൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ശാപം തന്നെയാണത്. ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും ഇതില്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അത്ര ഈസിയൊന്നും അല്ല. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നല്ല ഫുഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കൃത്യമായിട്ട് വരും. പക്ഷേ നല്ല ഫുഡുകൾ കൊടുക്കുമ്പോഴും മനുഷ്യന്മാരെ ഇൻസൾട്ട് ചെയ്യാതെ അവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. കുറ്റങ്ങൾ പറഞ്ഞോളൂ, അതൊന്നും കുഴപ്പമില്ല. ഈച്ചയും കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരോട് പറയണം, എടോ ആ ഈച്ചേനെ എടുത്ത് മാറ്റി എന്ന് പറയണം. അതാണ് വേണ്ടത്. അതിനൊന്നും ആരെയും മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്ദി, നമസ്കാരം.